ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ആപ്പിളിൻ്റെ പുതിയ അപ്ഡേറ്റായ iOS 18 എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. അതിന് നമുക്ക് ഒരു പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. നമ്മൾ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൻ്റെ അകത്ത് ജനറലിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അവിടെ ഡൗൺലോഡ് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡൗൺലോഡ് കാണിക്കാത്തത്. ഇനി ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പ്രോപ്പറായിട്ട് നമ്മൾ ബാറ്ററി 80% എബോവ് വേണം, അല്ലെങ്കിൽ നമ്മൾ പവർ കണക്റ്റ് ആയി. ഏറ്റവും അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അതായത് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് അവർ പറയുന്നത് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഗ്രീൻ സ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിന് അവർ കാരണമായിട്ട് പറയുന്നത് നമുക്ക് കോളൊക്കെ വരുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് കട്ടാകുന്നുണ്ട്. അതുമൂലം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ സ്റ്റോപ്പ് ആകും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം എടുക്കുന്നതിന് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആവുക. ഇത് ആപ്പിൾ പേ ആഡ് ചെയ്യണമെന്നാണ്. നോട്ട് നൗ ഇട്ടാൽ മതി. പിന്നീട് നമുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂ കൊടുത്ത് കാർഡ് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഡിക്ലൈൻ ചെയ്യും. നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് ജനറലിൻ്റെ അകത്ത് എബോട്ട് കൊടുക്കുക. അവിടെ iPad OS വേർഷൻ 18 ആയിരിക്കും ഇപ്പോൾ കാണാൻ. ഇപ്പോൾ 100% നോക്കുവാണെങ്കിൽ ഒരു പഴയ ഇതുപോലെയല്ല നടക്കുന്നത്. ശാലം വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ആണെങ്കിലും കുറേ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ 2 ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ഹാർട്ടിൻ്റെ സിമ്പിളും പിന്നെ ഒന്ന് മ്യൂസിക്കും പിന്നെ ഒന്ന് കണക്ടിവിറ്റിയാണ്. iOS 18 പുതിയ ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
എനിക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ബാക്ക് ടു അടിച്ചിട്ട് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ അകത്ത് 3 എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒന്ന് മെയിൻ കൺട്രോൾ പാനലിലെയും പിന്നെ താഴെ മ്യൂസിക് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് സ്ക്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് വരും, അല്ലെങ്കിൽ ടച്ച് ചെയ്താൽ മതി. പിന്നെ നെറ്റ് നമ്മുടെ ഫ്ലൈറ്റ് മോഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ് അടുത്ത ഓപ്ഷൻ. ഇത്രയേ ഉള്ളൂ ആപ്പിളിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയ iOS 18. വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്യുമ്പോൾ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ്.